വെൽക്കം ടു ദേവ്സ് ഡയറി. എല്ലാ കൂട്ടുകാർക്കും ദേവ്സ് ഡയറിയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് സ്റ്റോറി ടൈം. ഇന്ന് നമുക്ക് പുതിയൊരു കഥ പറഞ്ഞാലോ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് പുതിയ കഥ പറയാം. നമ്മുടെ കഥയുടെ പേരാണ് നല്ലവനായ മരംവെട്ടുകാരൻ. അപ്പോൾ നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം കൂട്ടുകാരെ. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. കാട്ടിലെ മരങ്ങൾ വെട്ടിയാണ് അയാൾ ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അയാൾ ഒരു ദിവസം ഒരു നദിക്കരയിലുള്ള മരം വെട്ടുകയായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന മഴു തെറിച്ച് ആ നദിയിലേക്ക് വീണത്. അയാൾ വളരെയധികം വിഷമിച്ചു. തൻ്റെ മഴു തെറിച്ചു പോയി, ഇനി താനെങ്ങനെ മരം വെട്ടും എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അയാൾ നദിയിൽ നിന്ന് എന്തോ പ്രത്യക്ഷപ്പെടുന്നത് പോലെ കണ്ടത്. നോക്കിയപ്പോൾ ഒരു ദേവത. ആ ദേവത മരംവെട്ടുകാരനോട് പറഞ്ഞു, എന്തിനാണ് മകനെ നീ വിഷമിച്ചിരിക്കുന്നത്? ഞാനാണ് ഈ നദിയുടെ ദേവത. നിന്റെ വിഷമം എന്തായാലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. മരംവെട്ടുകാരൻ ദേവതയോട് കാര്യം പറഞ്ഞു. ഞാനൊരു മരംവെട്ടുകാരനാണ്. മരം വെട്ടുന്നതിനിടയിൽ എൻ്റെ മഴു തെറിച്ച് ഈ നദിയിൽ വീണു. ഇനി ഞാൻ എങ്ങനെയാണ് മരം വെട്ടുക ദേവതേ? അപ്പോൾ ദേവത പറഞ്ഞു, വിഷമിക്കേണ്ട മകനെ, ഞാൻ നിന്റെ മഴു എടുത്തു തരാം എന്ന് പറഞ്ഞ് നദിയിലേക്ക് മുങ്ങിപ്പോയി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നദീദേവത പൊങ്ങി വന്നു. ഒരു വെള്ളി മഴുവുമായാണ് തിരികെ വന്നത്. ഇതാ മകനെ നിന്റെ മഴു എന്ന് പറഞ്ഞ് മരം വെട്ടുകാരന് കൊടുത്തു. മരം വെട്ടുകാരൻ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ മഴുവല്ല ദേവതേ, ഇതല്ല എൻ്റെ മഴു എന്ന് പറഞ്ഞു. അങ്ങനെ ദേവത വീണ്ടും വെള്ളത്തിലേക്ക് താന്നുപോയി. വീണ്ടും പൊങ്ങി വന്നത് ഒരു സ്വർണ്ണ മഴുവുമായാണ്. ഇതാ മകനെ, ഇതാണോ നിന്റെ മഴു എന്ന് ചോദിച്ചു. അപ്പോൾ മരം വെട്ടുകാരൻ പറഞ്ഞു, അയ്യോ ഇതും എൻ്റെ മഴുവല്ല ദേവതേ, എൻ്റെ മഴു ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ദേവത വീണ്ടും വെള്ളത്തിലേക്ക് താന്നുപോയി. പിന്നീട് പൊന്തി വന്നത് മരത്തിൻ്റെ മഴുവുമായാണ്. അത് കൊടുത്തപ്പോൾ മരം വെട്ടുകാരൻ പറഞ്ഞു, ഇതാണ് എൻ്റെ മഴു ദേവതേ, ഇതാണ് എന്ന് പറഞ്ഞു. മരം വെട്ടുകാരൻ്റെ സത്യസന്ധത കണ്ട ദേവത 3 മഴുവും മരം വെട്ടുകാരന് കൊടുത്തിട്ട് പറഞ്ഞു, നീ വളരെ നല്ലവനാണ്, ഈ 3 മഴുവും നീ സ്വീകരിച്ചാലോ എന്ന് പറഞ്ഞ് നദീദേവത വെള്ളത്തിലേക്ക് താന്നുപോയി. മരം വെട്ടുകാരൻ്റെ സത്യസന്ധത കണ്ടാണ് ദേവത 3 മഴുവും മരം വെട്ടുകാരന് നൽകിയത്. ആ 3 മഴുവുമായി മരം വെട്ടുകാരൻ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായ കൂട്ടുകാരെ, പുതിയൊരു കഥയുമായി വീണ്ടും വരും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.